നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുക എന്നത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. എന്നാൽ ഒരു സംവിധായകൻ സിനിമാ ചിത്രീകരണത്തിൻ്റെ അവസാന അതിർപരമ്പുകളും ഭേദിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ തിയേറ്റർ വെറും സിനിമ കാണുന്ന സ്ഥലം മാത്രമല്ലതായി മാറുന്നു, മറിച്ച് അതൊരു ചരിത്ര സംഭവമായി മാറും. Hello, I'm Christopher Nolan. That's conventional 35mm. We shoot in 70mm. The other format we use is 70mm IMAX. It's the highest quality imaging format ever devised. It gives you an incredible sense of immersion in the image. It fills your peripheral vision. It immerses you in the image. The clarity, the crispness, it is the gold standard. It is the closest to reproducing the world the way that your eye sees it. An IMAX 70mm film projector booth using the full IMAX screens, and enjoy. Ithaca's king is coming back. No, he's not. Let's go home. നമ്മളിൽ പലരും വിചാരിക്കുന്നത് ടിക്കറ്റിൽ ഐമാക്സ് ലോഗോ കണ്ട ലോകത്തെവിടെയും ഒരേ എക്സ്പീരിയൻസ് ആയിരിക്കുമെന്നാണ്. എന്നാൽ അതങ്ങനെയല്ല, അതൊരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണ്. ഇന്ന് ഒരേ ബ്രാൻഡിന് കീഴിൽ 3 വ്യത്യസ്തമായ എഞ്ചിനീയറിംഗ് ക്ലാസ്സിലുള്ള തിയേറ്റേഴ്സാണ് ഐമാക്സ് തിയേറ്റേഴ്സായി ലോകത്തിൽ ആകെ ഉള്ളത്. ഇതിനെ 3 ടിയറായി തിരിച്ചാൽ, ടിയർ 1 ട്രൂ നേറ്റീവ് 1.43 ആസ്പെക്ട് റേഷ്യോയിൽ 18K റെസൊല്യൂഷനുള്ള ഒറിജിനൽ ഐമാക്സ് സെല്ലുലോഡ് ഫിലിം പ്രൊജക്ടർ ബൂത്തുള്ള തിയേറ്റേഴ്സാണത്. ഇതിനെ ഐമാക്സ് എക്സ്റ്റിൻറ്റ് ഐക്കണായിട്ട് കരുതാം. ഈ സ്പെസിഫിക്കേഷനിലുള്ള തിയേറ്റേഴ്സ് ഇന്ന് ലോകത്താകമാനെ 50-ൽ താഴെ തിയേറ്ററുകളിൽ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലോ മിഡിൽ ഈസ്റ്റിലോ ഫാർ ഈസ്റ്റിലോ ഈ പ്രൊജക്ടറുള്ള കൊമേഴ്സ്യൽ തിയേറ്റേഴ്സ് ഇന്ന് നിലവിലില്ല. അതായത് ഇന്ന് അമേരിക്കയിലോ യൂറോപ്പിലോ ഉള്ള പ്രേക്ഷകർക്ക് മാത്രമേ നോളൻ പറഞ്ഞ ആ ക്വാളിറ്റിയിൽ അതേ ഫീലിൽ ഈ ദൃശ്യവിരുന്ന് ആസ്വദിക്കാൻ പറ്റൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒറിജിനൽ ഐമാക്സ് പ്രൊജക്ഷൻ തിയേറ്റർ ആക്സസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അവസരം നഷ്ടമാക്കരുത്. അങ്ങനെ കണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഷെയർ എക്സ്പീരിയൻസ് ഇൻ കമൻറ്റ് ബോക്സ്. ഇനി ടിയർ 2 നോക്കുവാണെങ്കിൽ, ടിയർ 1 കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫീൽ തരുന്ന തിയേറ്ററുകളാണ് ടിയർ 2. ഈ തിയേറ്ററുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഐമാക്സ് മെഗാ സ്കെയിൽ ഫ്ലാഗ്ഷിപ്പ് ഡിസൈനായിട്ടാണ്. അതായത് ഇതൊരു ഐമാക്സ് ഫിലിം ഓഡിറ്റോറിയമായി പണിതീർത്തപ്പെട്ട തിയേറ്ററുകളാണ്. ഇതിലെ ആദ്യത്തെ പ്രധാന വ്യത്യാസം ഇതിൻ്റെ പ്രൊജക്ഷൻ ടെക്നോളജിയാണ്. അൺലൈക്ക് ടിയർ 1, ഇവിടെ ഡിജിറ്റൽ പ്രൊജക്ടേഴ്സാണ് ഉപയോഗിക്കുന്നത്. പ്രീമിയം ഡ്യുവൽ 4K കൊമേഴ്സ്യൽ ലേസർ പ്രൊജക്ടേഴ്സ് വിത്ത് 1.90 ആസ്പെക്ട് റേഷ്യോ, ഫ്ലോർ ടു സീലിംഗ് ഉള്ള വലിപ്പമേറിയ സ്ക്രീനിൽ ഒട്ടും തെളിച്ചം നഷ്ടപ്പെടാതെ അതീവ ക്ലാരിറ്റിയോടും ബ്രൈറ്റ്നസ്സോടും കൂടെ ദൃശ്യങ്ങളെത്തിക്കാൻ ഇതിന് സാധിക്കും. സൗണ്ട് നോക്കുവാണെങ്കിൽ 12 ചാനൽ ഇമ്മേഴ്സീവ് 3D സൗണ്ട് സിസ്റ്റമാണ് ഈ തിയേറ്റേഴ്സിനെ വ്യത്യസ്തമാക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഖത്തർ, ദുബായ് എന്നിവിടങ്ങളിലും ഇന്ത്യയിലും ടിയർ 2 ഐമാക്സ് തിയേറ്റേഴ്സ് നിലവിലുണ്ട്. അതേപോലെ ടിയർ 1-ൽ ഉപയോഗിക്കുന്ന ഒറിജിനൽ ഐമാക്സ് സെല്ലുലോഡ് പ്രൊജക്ടേഴ്സിൻ്റെ മാനുഫാക്ചറിങ് ഐമാക്സ് കമ്പനി ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. അതായത് ഇനി പുതിയതായി വരുന്ന എല്ലാ ഐമാക്സ് തിയേറ്ററുകളും ടിയർ 2 സ്പെസിഫിക്കേഷനിൽ വരുവാനുള്ള സാധ്യതയേ ഉള്ളൂ. ഒട്ടുമിക്ക ടിയർ 3 ഐമാക്സ് തിയേറ്ററും റിട്രോഫിറ്റായിട്ട് ചെയ്തിട്ടുള്ള തിയേറ്റേഴ്സാണ്. അതായത് മുൻപുണ്ടായിരുന്ന ഒരു സാധാരണ തിയേറ്റർ മുറിയുടെ ഉള്ളിലേക്ക് ഐമാക്സ് സ്ക്രീൻ ഫിറ്റ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ തിയേറ്റർ സ്ക്രീനിനേക്കാളും അല്പം വലുതാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും ഐമാക്സിൻ്റെ യഥാർത്ഥ സ്ക്രീൻ വലിപ്പം ലഭിക്കില്ല. ഇതിലെ പ്രൊജക്ടേഴ്സ് നോക്കുവാണെങ്കിൽ നോർമൽ മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ പിന്നീട് ഐമാക്സിലേക്ക് മാറ്റിയെടുക്കുവാൻ വേണ്ടി ഐമാക്സ് കമ്പനി പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ട ഒരു ഐമാക്സ് XT സിംഗിൾ 2K ലേസർ പ്രൊജക്ടേഴ്സാണ്. ഇത് സാധാരണ മൾട്ടിപ്ലക്സ് പ്രൊജക്റ്റിനേക്കാൾ മികച്ചതാണെങ്കിലും ഒരു പ്രീമിയം ഐമാക്സിന് ആവശ്യമായ ആ ഒരു പവറോ വെളിച്ചമോ ഈ ഒരു XT സിസ്റ്റത്തിനില്ല. സൗണ്ട് ക്വാളിറ്റിയിലേക്ക് വന്നാൽ സ്റ്റാൻഡേർഡ് 6 ചാനൽ ഓഡിയോ സിസ്റ്റം മാത്രമാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത്.
ഇതൊക്കെ കൊണ്ടാണ് സാധാരണയായി ഐമാക്സ് ഫാൻസ് ടിയർ 3 സ്പെക്കിലുള്ള തിയേറ്റേഴ്സിനെ കളിയാക്കി ലൈമാക്സ് എന്നും ഫേക്ക് മാക്സ് എന്നൊക്കെ വിളിക്കുന്നത്. ടിയർ 1ഉം ടിയർ 2ഉം തിയേറ്ററുകളിലും ഡിജിറ്റൽ ഫോർമാറ്റായ 1.90 ആസ്പെക്ട് റേഷ്യോ ആണ് ഉള്ളതെങ്കിലും പ്രൊജക്ടർ ക്വാളിറ്റി, സ്ക്രീൻ സൈസ്, സൗണ്ട് എഫക്ട്സ് എന്നിവ വെച്ച് നോക്കുമ്പോൾ ഇവിടെ രണ്ടിടത്തും ലഭിക്കുന്ന എക്സ്പീരിയൻസ് വളരെ വ്യത്യസ്തമാണ്. ഞാൻ ഈ ടിയർ 3 തിയേറ്റേഴ്സിനെ കുറ്റപ്പെടുത്തുകയല്ല, മറിച്ച് നമ്മൾ നൽകുന്ന പണത്തിന് കൃത്യമായി എന്ത് ക്വാളിറ്റിയാണ് തിയേറ്ററുകൾ തരുന്നതെന്ന് ഓരോ ഉപഭോക്താവും സ്വയം മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള ഒരു ഐ ഓപ്പണർ മാത്രമായി ഇതിനെ കണ്ടാൽ മതി. വെൽക്കം ടു ദ ഇൻപുട്ട് എൻജിൻ. വൻകിട ഇൻഡസ്ട്രികൾക്ക് പിന്നിലെ സങ്കീർണമായ ഓപ്പറേഷൻ സിസ്റ്റങ്ങളും ലോജിസ്റ്റിക്സും മനുഷ്യൻ്റെ കഠിനാധ്വാനവും എങ്ങനെയാണ് ഒരു മികച്ച ക്വാളിറ്റി പ്രോഡക്റ്റ് നിർമ്മിച്ചെടുക്കുന്നതെന്ന് വിശകലനം ചെയ്യുന്നിടമാണിത്. ഈ പ്രോജക്റ്റ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ എളുപ്പവഴികളിൽ നിർമ്മിച്ചെടുത്ത ഒന്നല്ല. ഇതൊരു കൂറ്റൻ മെക്കാനിക്കൽ മെഷീൻ്റെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഒരു സ്റ്റാൻഡേർഡ് ഹൊറിസോണ്ടൽ ഐമാക്സ് 70mm ഫിലിം റോഡിന് ഏകദേശം 1000 അടി നീളമുണ്ട്. സെക്കൻഡിൽ 24 ഫ്രെയിമുകൾ എന്ന വേഗതയിൽ ക്യാമറയിലൂടെ ഈ ഫിലിം കടന്നു പോകുമ്പോൾ ആയിരക്കണക്കിന് ഡോളർ വില വരുന്ന ഒരു വലിയ ഫിലിം റോൾ വെറും 3 മിനിറ്റ് കൊണ്ട് പൂർണ്ണമായും തീർന്നു പോകും. ക്യാമറ ഓൺ ആകുന്ന ആ നിമിഷം മുതൽ സെറ്റിലുള്ള എല്ലാവരിലും ഉണ്ടാകുന്ന ആ ഒരു മാനസിക സമ്മർദ്ദം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ചെറിയ ഡയലോഗ് തെറ്റിയാലോ അല്ലെങ്കിൽ ഒരു ആംഗിൾ മാറിയാലോ 100 കിലോയിലധികം ഭാരമുള്ള ആ ഭീമൻ ക്യാമറ ഓഫാക്കി വീണ്ടും മാനുവലായി ഫിലിം ലോഡ് ചെയ്യേണ്ടി വരും. ആദ്യത്തെ ടേക്കിൽ തന്നെ എല്ലാം പെർഫെക്റ്റ് ആക്കാൻ ഈ നടീനടന്മാരെടുക്കുന്ന ആ ഒരു കഠിനാധ്വാനം അത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്. നോളൻ്റെ കഴിഞ്ഞ 15 വർഷത്തെ യാത്ര നോക്കൂ. 2008 ഡാർക്ക് നൈറ്റ് സിനിമയിൽ വെറും 28 മിനിറ്റ് മാത്രമാണ് ഐമാക്സ് ക്യാമറ ഉപയോഗിച്ചത്. 2012 അത് 72 മിനിറ്റായി ഉയർന്നു. ഡൺകിർക്ക് സിനിമയുടെ 75%, 2003 ഓപ്പൺഹൈമർ ചരിത്രത്തിലാദ്യമായി 112 മിനിറ്റും ഐമാക്സിൽ പകർത്തി. എന്നാൽ ഇവയെല്ലാം ഈ ഒരു പുതിയ സിനിമയ്ക്ക് വേണ്ടിയുള്ള പരിശീലനം മാത്രമായിരുന്നു. തൻ്റെ 16ാമത്തെ വയസ്സിൽ നോളൻ കണ്ട ഒരു സ്വപ്നം പൂർത്തീകരിക്കാൻ ശബ്ദത്തിൻ്റെയും ഭാരത്തിൻ്റെയും പരിമിതികളെ മറികടന്ന് ഒരു ഫുൾ ഫീച്ചർ ഫിലിം പൂർണ്ണമായും 15x70mm ഫിലിമിൽ അദ്ദേഹം നിർമ്മിച്ചെടുത്തു. ക്രിസ്റ്റഫർ നോളനും അദ്ദേഹത്തിൻ്റെ ടീമും ഈ സിനിമയിലൂടെ തെളിയിക്കുന്നത് സിനിമാ ലോകത്തെ അതിർവരമ്പുകൾക്കും അപ്പുറത്തുള്ള ചില കാര്യങ്ങളാണ്. സ്വന്തം മേഖലയിൽ മികച്ച വിജയം കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇതൊരു മാതൃകയാണ്. മികച്ച ക്വാളിറ്റിയിലുള്ള ഒരു സൃഷ്ടി ഒരിക്കലും എളുപ്പവഴികളിലൂടെ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയില്ല. അതിന് കൃത്യമായ ഡിസിപ്ലിനും സൂക്ഷ്മമായ കാര്യങ്ങളിൽ പോലുമുള്ള ശ്രദ്ധയും കുട്ടിക്കാലത്തെ ഒരു സ്വപ്നത്തെ പോലും വിട്ടുകളയാതെ മുന്നോട്ട് പോകുവാനുള്ള കഠിനാധ്വാനവും വേണം. നിങ്ങളുടെ ക്രാഫ്റ്റിൽ ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവരുത്. ഇത്തരത്തിലുള്ള മികച്ച വിവരങ്ങൾക്കായി ദി ഇൻപുട്ട് എൻജിൻ സബ്സ്ക്രൈബ് ചെയ്യുക. See you next time. Thank you.